എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാരായണീയം 29ാം ദശകത്തിലെ 2ാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം. ഹരേ നാരായണ. ശ്യാമാം രുജാപി വയസാപി തനും തദാനീം പ്രാപ്തോസി തുംഗകുജമണ്ഡലഭംഗുരാം ത്വം പീയൂഷകുംഭകലഹം പരിമുച്യ സർവേ തൃഷ്ണാകുലാഃ പ്രതിയയുസ്തു ദുരോജകുംഭേ. ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം. ശ്യാമാം രുജാ അപി വയസാ അപി. ശ്യാമാം കറുത്ത മിനുത്ത കാന്തിയാർന്ന, രുജാ അപി എന്നാൽ കാന്തി കൊണ്ടും, വയസാ അപി വയസ്സുകൊണ്ടും യൗവനം മുറ്റിയ, തനും ശരീരത്തെ, തദാനീം അപ്പോൾ, പ്രാപ്തോസി പ്രാപ്ത അസി പ്രാപിച്ചു, അതായത് ഭഗവാൻ മോഹിനി രൂപത്തെ പ്രാപിച്ചു. എങ്ങനെയുള്ള? തുംഗകുജമണ്ഡലഭംഗുരാം ഉയർന്ന കുജകുംഭങ്ങളുടെ ഭാരത്താൽ, ത്വം അങ്ങ്, പീയൂഷകുംഭകലഹം അമൃതകലശത്തിനു വേണ്ടിയുള്ള കലഹം, പരിമുച്യ കൈവെടിഞ്ഞു, സർവേ അപ്പോൾ, തൃഷ്ണാകുല ആശ, അതാണ് തൃഷ്ണ എന്ന് പറയുന്നത്. തൃഷ്ണ മൂലം വിവശരായിട്ട്, പ്രതിയയു അങ്ങയുടെ നേരെ വന്നു, ത്വദുരോജകുംഭേ അങ്ങയുടെ കുജകുംഭത്തെ ചൊല്ലിയുള്ള. ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കുക. എന്താ പറയണേ? അങ്ങ് എപ്പോൾ മനോഹരിയും ഉയർന്ന കുജകുംഭങ്ങളുടെ ഭാരത്താൽ അല്പം കുനിഞ്ഞവളുമായ ഒരു യുവതിയുടെ രൂപം പ്രാപിച്ചുവോ, അതായത് ആ സ്ത്രീയുടെ സൗന്ദര്യത്തെ എടുത്ത് കാണിക്കാൻ വേണ്ടി അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ അസുരന്മാരെല്ലാം അമൃത കലശത്തിനുള്ള പരസ്പര കലഹം ഉപേക്ഷിച്ചു മോഹിനി രൂപധാരിയായ അങ്ങയുടെ കുജകലശത്തിൽ കൊതിപൂണ്ട് അരികിലേക്ക് വന്നു. ആസുര സ്വഭാവമാണ് ഇവിടെ കാണിക്കുന്നത്. അസുരന്മാർക്ക് എപ്പോഴും എന്തിനോടായിരിക്കും താല്പര്യം? വിഷയസുഖങ്ങളോടായിരിക്കും. ഇവിടെ അമൃതത്തെ ഉപേക്ഷിച്ച് അവർ വിഷയത്തിൻ്റെ പിറകെ പോയി എന്ന് കാണിക്കുകയാണ്. നമ്മളിലും പലരും എന്താ ചെയ്യുന്നത്? നമ്മുടെ ആത്മീയമായ ഉയർച്ചയുടെ പല കാര്യങ്ങളും അങ്ങോട്ട് കളഞ്ഞ് ലൗകിക സുഖങ്ങളുടെ, ഭൗതിക സുഖങ്ങളുടെ പിന്നാലെ പോവും. പിന്നീട് ഭഗവാന്റെ കരുണ ഇത്തിരിയെങ്കിലും കിട്ടുമ്പോൾ നമുക്ക് ആത്മീയമായ ഉയർച്ചയ്ക്കുള്ള വഴി ഭഗവാൻ തന്നെ തുറന്നു തരും. അതിനെല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.